നമ്മളെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പഴംപൊരിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതാ മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടിക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി മൈദപ്പൊടിൻ്റെ അത്ര അളവൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അപ്പസോഡയാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മളെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും സോഡപ്പൊടിയും എല്ലാ പൊടിയും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഇതിനൊരു ഗ്ലാസ് ദോശമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശമാവ് ചേർത്ത് കൊടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ പഴംപൊരി നല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഒരു പഴംപൊരി ആവും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, മാവ് ലൂസായി പോവും. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, പിന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ മാവൊക്കെ ഏകദേശം റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടോ. ഈ ഒരു ലൂസിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അധികം കട്ടിയില്ല, നല്ല ലൂസും ഇല്ല. പിന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എണ്ണ കയ്യിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ 2 പഴമാട്ടോ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴമാണ്. അപ്പോൾ 2 പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പഴം ഞാനൊരു 3 ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കട്ടിയിലാണെങ്കിൽ നമുക്ക് 2 മുറിയാക്കിയിട്ട് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 3 4 ഒക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കീറിയാണ്ട് ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തോല് കളയാതെ കേട്ടോ ഞാനിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തോല് കളയാതെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ എടുക്കാനൊരു സുഖമാണ് കേട്ടോ. പിന്നെ നമുക്ക് മുറിച്ചെടുത്തിട്ട് തോല് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ. നമ്മൾ പഴംപൊരിക്ക് എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം, അപ്പോഴാണ് പഴംപൊരി നല്ല പൊങ്ങി വരുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പച്ചപ്പഴമാണെങ്കിൽ അതിൻ്റെ ഒരു ചമർപ്പൊക്കെ വരും, നേരെ പഴുത്തിട്ടില്ലെങ്കിൽ. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെ ഞാനിപ്പോൾ 2 പഴം കൊണ്ട് നമ്മൾ 6 പഴംപൊരി കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടി തന്നെയാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ച് പോരാം. അപ്പോൾ നമ്മൾ മാവ് ഒരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് മാത്രമേ ഇത് മാവ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ പഴംപൊരി തന്നെ പൊങ്ങി വന്നിട്ടുണ്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പഴംപൊരി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 1 2 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇതിലേറെ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.
അങ്ങനെ നമ്മളെ പഴംപൊരി 2 3 മൂന്നെണ്ണമായിട്ടോ. മൂന്നാമത്തതാണിപ്പോൾ. ഇനി ഒരു 3 പഴംപൊരിയും കൂടി ഉണ്ടാക്കണം നമുക്ക്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളാ ദോശമാവ് ചേർത്തുകൊണ്ട് കേട്ടോ ഇത്രക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്